ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഈ റോഡ് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ അവസാനം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓർമ്മയുണ്ടാവില്ല. കാരണം ഇത് ഏത് റോഡെന്ന് നമ്മൾക്കും ഇത് ഒരു തുണ്ട് കാണുമ്പോൾ അറിയില്ല. ഇതിൻ്റെ അവസാനം അങ്ങോട്ട് റോഡില്ല. കാരണം ഈ റോഡ് വന്നിട്ട് കുതിരാൻ പാതയാണ്. കുതിരാനിലൂടെ നമ്മൾ വരുമ്പോൾ അരമണിക്കൂറും ഒരു മണിക്കൂറും ബ്ലോക്കായി നിന്ന ഈ സ്ഥലം, അത്രയും തിരക്കേറിയ ഈ സ്ഥലമാണ് ഇപ്പോൾ ഒരു മുറി പാതയായി നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ തണലിലേക്കാണ്. ഇത് തൃശ്ശൂർക്ക് പോണ റോഡാണ്. തൃശ്ശൂർ പാലക്കാട് റോഡാണ്. ഇപ്പുറത്തേക്ക് പാലക്കാട്ടേക്ക് പോണ റോഡാണ്. ഇതിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ അയ്യപ്പ ശാസ്താവിൻ്റെ സ്ഥലമാണ്. കുതിരാൻ ശാസ്താവ് ഇരിക്കുന്ന അമ്പലമാണ്. ഇന്ന് ഞാൻ ആ അമ്പലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു സങ്കടം തോന്നി. കാരണം അവിടെ എന്നും ആൾക്കൂട്ടവും തിരക്കും. നമ്മൾ അതിലൂടെ വരുമ്പോൾ ഓരോ രൂപയും ദക്ഷിണയിട്ടും പോണ ആ ഭാഗം ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ദയാനീയമായി. കാരണം ഇന്നവിടെ ആളുകളൊന്നുമില്ല. കാരണം ഞാൻ കണ്ടപ്പോൾ കുറച്ച് കുരങ്ങന്മാരെ അവിടെ കാണുന്നുള്ളൂ. കുരങ്ങന്മാരും അങ്ങനെ കുറച്ച് മൃഗങ്ങൾ മാത്രം, നായും കുരങ്ങും അങ്ങനെ. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ശബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് സ്വാമിമാരും അവിടെ കണ്ടു. ഞാൻ നേരെ അമ്പലത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നും നമ്മൾ ചില്ലറയിട്ടിട്ട് പോണ ആ ഭാഗം, ഈ റോഡ് കണ്ടാൽ എന്നും തിരക്കേറിയ റോഡ്, ഇന്ന് അവിടെ ആരും ഇല്ലാതെ പോയല്ലോ. കാരണം ഈ പാത ഇതുവരെ എന്നായി. ഇന്ന് അവിടെ ആളുകളൊന്നുമില്ല. ഞാൻ പോയപ്പോൾ അവിടെ സ്വാമിമാർ കുറച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അവിടെ ശനിയും ബുധനും മാത്രമേ അന്നദാനമുള്ളൂ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അന്നദാനമുണ്ട്. ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാകും. ഇപ്പോൾ ശനിയും ബുധനും മാത്രമേ ഈ കുതിരാൻ ശാസ്താവിൻ്റെ അവിടെ അന്നദാനമുള്ളൂ. ഇത് കണ്ടോ? അതാണ് ശാസ്താവ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു.